ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ റെസിപ്പിയാണ്. ചിക്കൻ കറിയാണ് കേട്ടോ. എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഇതിനായിട്ട് നല്ലപോലെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ മസാല കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റോളം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ആക്കി വയ്ക്കുന്നുണ്ടേ. ഇനി അതിലേക്ക് 2 സവാള, ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള കറിവേപ്പില, പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ തക്കാളി, ഉള്ളി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പരുവാകുന്നതിനായിട്ട് ഒരു അടപ്പിട്ട് അടച്ച് ഫ്ലെയിം ഇത്തിരി കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ചട്ടി എടുക്കുന്നുണ്ട്. കുറച്ച് പൊടികളെല്ലാം കൂടി ഒന്ന് വറുത്തൊന്നെടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്, മുളക് പൊടി എടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. കുറച്ച് ആവശ്യത്തിന് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് കുരുമുളകും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പൊടി ഒന്ന് ചൂടായി വരുന്നത് പോലെ ഒന്ന് ഇതാക്കി എടുക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അതവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ളി, നേരത്തെ ഉള്ളി കണ്ടോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ, ആ ചിക്കനും കൂടി ഇതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇങ്ങനെ മസാല പുരട്ടി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 5 മിനിറ്റോളം ഇതേപോലെ തന്നെ ഒന്ന് മിക്സാക്കി വെച്ചേക്കണം കേട്ടോ. അതിന് ശേഷമാണ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 10-20 മിനിറ്റോളം ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കും കേട്ടോ. ഒരടപ്പിട്ട് അടച്ച് ഇങ്ങനെ തന്നെ അങ്ങ് വയ്ക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മസാല എല്ലാം ചിക്കനിൽ നല്ലപോലെ പിടിച്ച് വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ദാണ്ട് ഇവിടെ നല്ല തിളയ്ക്കുന്നുണ്ട്. തിളച്ച് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ചിക്കൻ കറി വെച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ.